നേമം NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ പാപ്പനംകോട് മേഖലയിൽ വീടുകൾ കയറിയുള്ള അവസാന വട്ട പ്രചാരണം നടത്തുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമ്മളോടൊപ്പം വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാം, നിശബ്ദ പ്രചാരണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികളെല്ലാവരും ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്നതിനുള്ള തിരക്കിലാണിപ്പോൾ. നേമത്തെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ പാപ്പനംകോട് മേഖലയിലുള്ള വീടുകൾ കയറി സമ്പർക്കം നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണല്ലോ നമ്മൾ കാണുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ്, വലിയ വിജയപ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? അദ്ദേഹം എല്ലാ വീടുകളിലും ചെന്ന് അദ്ദേഹത്തിന്റെ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. രോഹിണി, അവസാനവട്ടവും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. നേമത്തെ BJP സ്ഥാനാർത്ഥി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാപ്പനംകോട് മേഖലയിൽ ഇപ്പോൾ നിശബ്ദ പ്രചരണം പുരോഗമിക്കുകയാണ്. അവസാനവട്ട വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുന്നുള്ള തിരക്കിലാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രധാനമായും 11 മണിയോടുകൂടി തന്നെയായിരുന്നു പാപ്പനംകോട് മേഖലയിലെത്തി പാപ്പനംകോട് മേഖലയിലുള്ള വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്നതിൻ്റെ തിരക്കിൽ കൂടിയാണ്. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. പരമാവധി നിശബ്ദമായി തന്നെ ഇത്തരത്തിൽ പ്രചരണങ്ങളൊന്നും തന്നെ വലിയ പ്രചരണങ്ങളെല്ലാം ഒഴിവാക്കി നിശബ്ദ പ്രചരണത്തിലോടുകൂടി തന്നെയാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുന്ന ഈ ഒരു മണിക്കൂറുകൾ കടന്നു പോവുകയും ചെയ്യുന്നത്. പാപ്പനംകോട് മേഖലയിലാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയും സംസ്ഥാന അധ്യക്ഷനും കൂടിയായ രാജീവ് ചന്ദ്രശേഖർ വോട്ട് തേടി ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ആരോപണങ്ങൾ LDF രാവിലെ മുതൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തന്നെ ശക്തമായ ഭാഷയിൽ മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. അതായത് എതിർ സ്ഥാനാർത്ഥിയും ഇടതുമുന്നണി സ്ഥാനാർത്ഥി കൂടിയായ V. ശിവൻകുട്ടി നിരാശയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നേമത്ത് BJP മദ്യവും പണവും ഒഴുക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പറയുന്ന അത് നിരാശയിൽ നിന്നുണ്ടായ വാക്കുകളാണെന്ന് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും CPM പ്രചരിപ്പിക്കുന്ന അതിൻ്റെ പുറകെ തനിക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ നിരാശയിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. BJP മുന്നോട്ട് വെക്കുന്ന വികസിത കേരളമാണ്. അതിൽ നിന്നും പ്രവർത്തനങ്ങൾ മുന്നോട്ട്. എന്തായാലും ഈ ആരോപണങ്ങൾക്കൊന്നും തന്നെ തനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല എന്നുമാണ് സ്ഥാനാർത്ഥിയും സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വയ്ക്കുന്നത്. അതെ, തീർച്ചയായും ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം കേരള ജനതയ്ക്ക് മുൻപാകെ വയ്ക്കാനുള്ളത് വികസിത കേരളം. ആ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടിയാണ് അവർ വോട്ട് അഭ്യർത്ഥിക്കുന്നതും. BJP സംസ്ഥാന അധ്യക്ഷനും നേമം NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ശ്യാം, നമുക്കറിയാം ഏറെ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം വലിയ രീതിയിലുള്ള വികസന സ്വപ്നങ്ങളാണ് കേരളത്തിന് മുൻപാകെ വച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള കർമ്മ പദ്ധതികളും രൂപരേഖയും ഒക്കെ അദ്ദേഹം ഇപ്പോഴേ തയ്യാറാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കേരളമാണ്. ഒരു വികസിത കേരളം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം അടിവരയിടുന്നു. എന്തായാലും കടുത്ത ചൂടാണ്, തെരഞ്ഞെടുപ്പ് ചൂടും കാലാവസ്ഥയുടെ ചൂടും. സ്ഥാനാർത്ഥികൾ ഒട്ടും തളരുന്നില്ല. അവർ മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറും എല്ലാ വീടുകളും കയറി അവസാന വട്ട വോട്ടുറപ്പിക്കാനുള്ളൊരു തത്രപ്പാടിലാണല്ലേ? ഇന്ന് വൈകുന്നേരം വരെയാണല്ലോ സമയം. സ്ഥാനാർത്ഥികളൊന്നും ഒട്ടും തളരുന്നില്ല. വോട്ടർമാരെ കണ്ട് ആവേശം ഒട്ടും ചോരാതെ തന്നെ വോട്ടർമാരുടെ ആവേശവും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ മുഖത്തും ശരീരഭാഗത്തും എല്ലാം തന്നെ അത് പ്രധാന നമുക്കറിയാൻ തന്നെ കഴിയും. സംസ്ഥാന അധ്യക്ഷനായി കേരളത്തിലേക്ക് എത്തിയ ശേഷം അതിനു മുൻപ് കേരളത്തിലേക്ക് വന്ന എല്ലാം തന്നെ പ്രത്യേകമായ വികസന രേഖകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളിലുമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് പ്രാവർത്തികമാക്കുക, അത് കേരളത്തിൽ പ്രാവർത്തികമാക്കുക, ഒപ്പം തന്നെ നിയമമണ്ഡലത്തിൽ അത് ഒരിക്കൽ കൂടി പ്രാവർത്തികമാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായി സംസ്ഥാന അധ്യക്ഷൻ കൂടി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ വികസിതമായ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് നേമത്തെ തെരഞ്ഞെടുപ്പിന് BJP ഒരുങ്ങുകയും ചെയ്ത് രാജീവ് ചന്ദ്രശേഖരൻ. ശരി, ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. NDA നേമം സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ പാപ്പനംകോട് മേഖലയിൽ വീടുകൾ കയറിയുള്ള അവസാന വട്ട പ്രചാരണം നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.